ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം എനിക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് അതിലോട്ട് കുറച്ച് മുളകും മഞ്ഞളും കുറച്ച് ഗരം മസാലപ്പൊടി, അതായത് കുറച്ച് കാശ്മീരി പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു ഉരുളിപ്പാത്രം വെച്ച് ഞാൻ അതിലോട്ട് 3 തരം ക്യാപ്സിക്കം, അതായത് ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, പിന്നെ സവോള, അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി അത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചിക്കൻ ഇത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ വഴറ്റിയിട്ടുള്ള ഉരുളിയിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്ത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ചൈനീസ് ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ, അതല്ലാതെ നമ്മൾ നോർമൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്ര കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത്, പിന്നെ സവോള ഇട്ട് കൊടുത്ത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഒഴിച്ച് കൊടുത്ത്, ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്ത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മളെ ടൊമാറ്റോ സോസ്, സോയ സോസ്, അതെല്ലാം ഒരു 2 ടീസ്പൂൺ കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത്, എന്നിട്ട് അതിലോട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിക്കുക. ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഗ്രേവി വേണം, അതുകൊണ്ട് ഞാൻ ഇത്രയും ഒരു ലെവലിൽ ലൂസാക്കിയിട്ടില്ല. ഇനി ഇതിനും തിക്ക് ഗ്രേവി വേണ്ടവർക്ക് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അതെല്ലാം കൂടെ അതിലിട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അതൊന്ന് തിളയ്ക്കാനായിട്ട്, ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഓൾറെഡി ഞാൻ മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് ഇതിനോട് കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 10 മിനിറ്റ് അതൊന്ന് തിളക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ആ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മല്ലിച്ചപ്പും കൂടെ അതിൻ്റെ മുകളിലോട്ട് തൂക്കി കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, ഇങ്ങനെ ഏതിലേക്കും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാനിത് ഫ്രൈഡ് റൈസിലേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. അതുപോലെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.